പരമപവിത്രം ഭാര്യാധർമ്മം. പണ്ടുള്ളവർ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യം, ഭർത്താവ് കഴിച്ചതിൻ്റെ ബാക്കി അത് വേണം ഭാര്യ കഴിക്കാൻ. ഇന്നത് പലരും ചെയ്യാറില്ല, എന്നാലും ചെയ്യുന്നവരുണ്ട്. ഭക്ഷണമല്ലേ, അത് പാഴാക്കി കളയുന്നത് ശരിയല്ല. അതുകൊണ്ട് അതേ പാത്രത്തിൽ കുറച്ച് ചോറും കൂടി ഇട്ട് നമ്മൾ കഴിക്കാറുണ്ട് വീട്ടിലെ സ്ത്രീകളല്ലേ. ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. നമസ്തേ, രുദ്രധാര. നമ്മളിന്ന് പറയുന്നത്, നിങ്ങൾ ഭാര്യമാര് ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്നാണോ? വേറൊന്നുമല്ല, നമ്മൾ ഭർത്താവിന് ആഹാരം കൊടുത്തതിന് ശേഷം അതിനകത്ത് മിച്ചം വരുന്നത് അദ്ദേഹം മാറ്റിവെക്കുന്നത്, ഭാര്യയ്ക്ക് വേണ്ടി മാറ്റി വെക്കാറുണ്ട് ചിലരങ്ങനെ ചെയ്യാറില്ല. കഴിച്ചിട്ട് മതിയാവുമ്പോഴത്തേക്ക് ബാക്കി അതിനകത്ത് ഇച്ചിരി ചോറുണ്ടാവും. അതിൻ്റെ കൂടെ കുറച്ച് ചോറ് കൂടി ഇട്ടിട്ട് ഭാര്യ കഴിക്കുന്നു. സ്നേഹത്തിൻ്റെ മറ്റൊരു രൂപം അല്ലേ. ഭർത്താവിൻ്റെ ഉച്ഛിഷ്ടം കഴിക്കുക എന്നുള്ളത് ഭാര്യാധർമ്മമാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭാര്യമാരത് ചെയ്യുന്നു. ഇനി ഇത് ശരിയാണോ എന്നുള്ളത്, പണ്ടുള്ളവർ പറഞ്ഞത് ഭർത്താവിൻ്റെ ഉച്ഛിഷ്ടം കഴിക്കാനാണ്, ഭർത്താവിൻ്റെ എച്ചിൽ കഴിക്കാനല്ല. അതാദ്യം മനസ്സിലാക്കുക. അങ്ങനെ കഴിച്ചുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എന്താണ് സംഭവം എന്ന് പറയാം. ആദ്യം തന്നെ, എച്ചിലും ഉച്ഛിഷ്ടവും രണ്ടും രണ്ടാകുന്നു. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ഭർത്താവിന്റെ എച്ചിൽ കഴിക്കാനല്ല അവർ പറഞ്ഞത്, ഉച്ഛിഷ്ടം കഴിക്കാനാണ്. അപ്പൊ എന്താണ് ഉച്ഛിഷ്ടമെന്നും എന്താണ് എച്ചിലെന്ന് പറയണം. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഭിക്ഷക്കാരൻ വരുന്നു. ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷ യാചിച്ച് വരുന്നു. അദ്ദേഹത്തിന് നിങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കി കൊടുക്കില്ലല്ലോ, ഇല്ല. പക്ഷെ നമ്മൾ പാകം ചെയ്ത് നമ്മൾ എടുത്തിട്ട് അതിൽ നിന്നും ഒരു ഭാഗമാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ പേരാണ് ഉച്ഛിഷ്ടം. നമ്മൾ ഉപയോഗിച്ചു, അതിൻ്റെ ബാക്കി നമ്മൾ കൊടുക്കുന്നു. കഴിച്ച പാത്രത്തിലല്ല കൊടുക്കുന്നത്, നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി വന്നതല്ല കൊടുക്കുന്നത്. നമ്മൾ പാകം ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് നമ്മുടെ ആവശ്യത്തിനെടുത്തു, പിന്നീട് അതിനകത്ത് ആർക്കെടുത്ത് കൊടുത്താലും അത് ഉച്ഛിഷ്ടമാണ്. ഭഗവാന് നേദിച്ചതിൻ്റെ ബാക്കി നമുക്ക് തരുന്നു, അത് ഉച്ഛിഷ്ടമാണ്, എച്ചിലല്ല. പക്ഷേ പിന്നെന്താണ് എച്ചിലെന്ന് പറയുന്നത്? കഴിച്ചിട്ട് ബാക്കി വെക്കില്ലേ പാത്രത്തിൽ, അതിൻ്റെ പേരാണ് എച്ചിലെന്ന് പറയുന്നത്. അപ്പൊ രണ്ടും രണ്ടാണ്. ഭർത്താവിൻ്റെ ഉച്ഛിഷ്ടം കഴിക്കണമെന്ന് പറഞ്ഞത് അതിൻ്റെ അർത്ഥം ഇതാണ്: ഭർത്താവിന് ആഹാരം കൊടുത്തതിന് ശേഷം മാത്രമേ താങ്കൾ കഴിക്കാവൂ. ഇതാണ് പണ്ടുള്ളവർ പറഞ്ഞു വെച്ചത്. പക്ഷെ കാലം ഒരുപാട് മാറി. കാലം മാറി വന്നപ്പോൾ ആദ്യം നമ്മൾ എന്താ വിചാരിച്ചത്? ഭർത്താവ് കഴിച്ചിട്ട് ബാക്കി ഭാര്യയ്ക്ക് വെക്കണം, അത് നമ്മളുടെ അടുത്ത് കഴിക്കണം എന്നല്ലേ. സ്നേഹത്തിന്റെ കെട്ടുറപ്പ് കൂടും എന്നൊക്കെ വിശ്വസിച്ചാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ അല്ല കാര്യങ്ങൾ. ഇന്ന് ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ ഒരുമിച്ചിരുന്നാ കഴിക്കുന്നത് അല്ലേ. അതെ, ഒരു കണക്കിന് അതൊക്കെ തന്നെയാണ് നല്ലത്. അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. അതേ ഞാൻ പറയുള്ളൂ. കാരണം അവിടെ ഒരു സമത്വം വരുന്നുണ്ടല്ലോ, എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്ന് പറയുന്നത്, അതാണ് നല്ലത്. പക്ഷേ അവര് പൂർവികർ പറഞ്ഞത് ഭർത്താവിൻ്റെ ക്ഷേമം അത് ഭാര്യയുടെ ഉത്തരവാദിത്തമാണ്. ഭർത്താവിന് ക്ഷേമം ഉണ്ടെങ്കിൽ ആ കുടുംബം അദ്ദേഹത്തിന് നോക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അതിനാണ് ഇത് അവരങ്ങനെ പറഞ്ഞു വെച്ചത്, അല്ലാതെ എച്ചിൽ കഴിക്കാനല്ല. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇനി അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോവാണ്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പണ്ടുള്ളവർ പറയും രാജാവ് വന്നാൽ പോലും എണീക്കരുത് എന്ന് പറയും. അതെന്തുകൊണ്ടാണ്? ഭക്ഷണത്തെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതല്ല. ഭക്ഷണത്തെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ അതിൻ്റെ മുന്നിൽ ഇരുന്ന് കഴിക്കണത്. എല്ലാവരും ജീവിക്കുന്ന എന്തിനാ? ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാ. നമ്മൾ പറയും ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അല്ല, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഭക്ഷണമാണ്. അതില്ലെങ്കിൽ ഈ പറയുന്ന ജീവിതവും ഇല്ല, ആഗ്രഹങ്ങളും ഇല്ല, സ്വപ്നങ്ങളും ഇല്ല, മോഹങ്ങളും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കുക, ഓരോ ദിവസം ഭക്ഷണം കഴിക്കുന്നത് ഓരോ അനുഭവമാണ്. ജീവിക്കുന്ന എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഒറ്റ വാക്കി പറഞ്ഞു. അതിലൊന്ന് ഭക്ഷണമാണ്, അത് ഏറ്റവും പ്രഥമവും പ്രധാനവും അത് തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. എന്തും കഴിക്കാം, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾക്ക് കഴിക്കാം. അതിനകത്ത് ആരുടെയും കൺസെന്റ് ആവശ്യമേ ഇല്ല. ഇന്നതേ കഴിക്കാവൂ അങ്ങനെ ഒന്നും ഒരിക്കലും ഞാൻ പറയില്ല.
അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും ഇഷ്ടങ്ങളുമാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, രാജാവ് വന്നാൽ പോലും എണീക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം വേറൊന്നുമല്ല. നമ്മൾ കഴിച്ചിട്ട് ഇരുന്നാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. ഇരുന്നേ ഭക്ഷണം കഴിക്കാവൂ, നിന്നുകൊണ്ട് കഴിക്കരുതെന്ന് പറയും. അപ്പം ഇരുന്നേ ഭക്ഷണം കഴിക്കാം. ഇരുന്നിടത്ത് നിന്ന് നമ്മൾ എണീറ്റ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് അത് എച്ചിലാണ്. ഇരുന്നെടുത്ത് നിങ്ങൾ ഭക്ഷണം തുറന്നു വെച്ചു, നിങ്ങൾ കഴിക്കാൻ തുടങ്ങി, 2 ഉരുള ചോറ് വായിൽ വെച്ചു, അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു കോൾ വരുന്നത്. നിങ്ങൾ ഓടിപ്പോയി ആ കോൾ എടുക്കും. പിന്നീട് അതെന്താണ്, തിരിച്ചു വന്നിരുന്ന് കഴിക്കാന്ന് വെച്ചാൽ അത് എച്ചിലാണ്. അത് കഴിക്കാൻ പാടില്ല, നിഷിദ്ധം എന്നാണ് പറയുന്നത്. അത് കഴിച്ചുകൂടാ. ഇങ്ങനെ കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഭക്ഷണം എന്തിനാ നമ്മൾ പാഴാക്കി കളയണേ? അത് കഴിക്കാനുള്ളതല്ലേ എന്ന് നമ്മൾ വിചാരിക്കും അല്ലേ? അത് ചെയ്താൽ എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് എന്ന് കൂടി ഞാൻ പറയാം. ഭക്ഷണം ഉച്ഛിഷ്ടം ആർക്കും കഴിക്കാം, ലോകത്തുള്ള ആർക്കും. പക്ഷെ എച്ചിലാണ് കഴിക്കുന്നത് എങ്കിൽ രോഗങ്ങൾ നിരവധി അനവധി വന്നുകൊണ്ടിരിക്കും. ഭർത്താവിന്റെ ഉച്ഛിഷ്ടം കഴിക്കുന്ന ഭാര്യയ്ക്കുണ്ടാകുന്ന 2 രോഗങ്ങളെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്. 1 ഗർഭാശയ സംബന്ധമായിട്ടുള്ള രോഗം, 2 മാറിട സംബന്ധമായ രോഗം. ഈ 2 രോഗങ്ങളെ പറ്റി പറയപ്പെടുന്നുണ്ട്. അപ്പോൾ യാതൊരു കാരണവശാലും ആരുടെയും എച്ചിൽ, സ്വന്തം എച്ചിൽ പോലും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ചിലര് നിലത്ത് വീണ് കിടക്കും, കഴിക്കുന്ന സമയത്ത് നിലത്ത് വീണ് കിടക്കുന്നത് എടുത്ത് കഴിക്കും. കാരണം അന്നത്തിന് അത്രയും വില കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ചെയ്യരുത്. അത് എടുത്ത് നമ്മൾ എന്താണ് ഇത് പറയുന്നത് ശരിയാണോ എന്ന് ഇപ്പൊ നിങ്ങൾക്ക് തോന്നും. ഈ നിലത്ത് വീണ് കിടക്കുന്നത് എടുക്കുക എന്ന് പറയുന്ന, പണ്ട് ആരോ പറഞ്ഞു, എന്താ നരകത്തിൽ പോകുമ്പോൾ അത്രയും പുഴുക്കളെ കഴിക്കേണ്ടി വരുന്നത്. ചുമ്മാതാണ്. ഭക്ഷണം പാഴാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആവശ്യത്തിനേ എടുക്കാവൂ. അമിതമായിട്ട് ഭക്ഷണം എടുക്കുക. എനിക്ക് എത്രത്തോളം കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം അല്ലേ? അപ്പൊ അതിനനുസൃതമായിട്ടേ എടുക്കത്തുള്ളൂ. അതിനപ്പുറം കൂടുതൽ എടുക്കില്ല. അതിന്റെ ബാക്കി വരരുത്. അങ്ങനെ ഭക്ഷണം എടുക്കാവൂ. അഥവാ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നശിപ്പിക്കരുത്, എച്ചിലാക്കി മാറ്റരുത്. അതിനെ പൂർണ്ണമായിട്ടും കഴിക്കുക എന്നുള്ളതാണ്. നിലത്ത് വീഴുന്ന എടുത്ത് കഴിക്കരുത്. അപ്പൊ അത് എച്ചിൽ തന്നെയാണ്, പോയി, നമ്മുടെ പാത്രത്തിൽ നിന്നും പോയി. അത് വാരി പുറത്ത് കളയുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിന്റെ ബാക്കി വരാനുള്ള അവസരം ഉണ്ടാക്കരുത്. പറ്റുമെങ്കിൽ മാത്രമേ അത്രയും ക്വാണ്ടിറ്റിയിൽ ഫുഡ് എടുക്കാവൂ എന്ന് പറയുന്നു അല്ലെ? ഒരു നേരം ഭക്ഷണം കിട്ടാത്ത ലോകത്ത് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് ആഹാരത്തിന് അത്രയും വില കൊടുക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നു. നമ്മൾ ഈ എച്ചിൽ, നമ്മൾ കഴിച്ച പാത്രത്തിനകത്ത് ബാക്കി വരുന്ന കാക്കകൾക്കും കിളികൾക്കും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. യാതൊരു കാരണവശാലും അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ദോഷങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത്. നമ്മുടെ എച്ചിൽ തിന്നാനല്ല അവർ വരുന്നത്, നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമാണ്. അതൊരിപ്പം വലിഞ്ഞു കയറി വരുന്ന ഒരു നായയാണെങ്കിൽ പോലും നിങ്ങൾ വെച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വേണം എടുത്തു കൊടുക്കാൻ. പക്ഷേ നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന എന്ത് തന്നെയാണെങ്കിലും അവർക്ക് ആ എച്ചിൽ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ വീട്ടിൽ വളർത്തുന്നതായിരിക്കണം. പക്ഷേ പുറത്തുനിന്ന് വരുന്ന പക്ഷികളാണെങ്കിലും മനുഷ്യരാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അവർക്ക് എന്തേ കൊടുക്കാൻ പാടുള്ളൂ? ഉച്ഛിഷ്ടം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? അതാണ് പരമവും പ്രധാനവും എന്ന് പറയുന്നത്. എന്നാൽ ചില പണ്ട് കാലങ്ങളിലൊക്കെ നിലനിന്നിരുന്ന ഒരു ആചാരം കൂടി ഉണ്ട് കേട്ടോ. പുറത്തുനിന്ന് ഒരു വിശിഷ്ട അതിഥി ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ വീട്ടിലുള്ളവർ കഴിക്കില്ല. ആദ്യം അവർക്ക് വിളമ്പിയിട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു, വിശിഷ്ടാതിഥി എന്ന് പറയുന്നത്. പക്ഷേ ആ വിശിഷ്ടാതിഥി വരുമ്പോൾ അവരെല്ലാവരും ഭക്ഷണം അവർക്ക് കൊടുത്തിട്ടേ കഴിക്കത്തുള്ളൂ. പക്ഷെ അതിനു മുമ്പ് ഉപ്പ് നോക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു. അത് ആ ഉപ്പ് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ഛിഷ്ടമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. അതായത് അവർ കഴിക്കുന്നു, ഇലയിട്ട് കഴിക്കുന്നു എന്നുള്ളതല്ല, വീട്ടിലുള്ളവർ കഴിക്കുന്നില്ല. വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ അതിൻ്റെ ഉപ്പ് നോക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ശരിക്കും അത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്താണത്? ഉച്ഛിഷ്ടമാണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയപ്പെടുന്നു. നമ്മുടെ വീട്ടിലേക്ക് ആര് വന്നാലും ഉച്ഛിഷ്ടമാണ് കൊടുക്കേണ്ടത്. അല്ലാതെ അവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, അതത്ര ശരിയല്ല. കാരണം നമുക്ക് ഭക്ഷണത്തിന് ഭാവിയിൽ മുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അഥവാ എന്താണ്, വിശന്ന് പലപ്പോഴും അതിനുള്ള ഒരു ഇതുണ്ടാവും. ചിലപ്പോൾ കയ്യിൽ പണം ഉണ്ടായിട്ട് പോലും കിട്ടാത്ത അവസരങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വിശ്വാസങ്ങൾക്കും അപ്പുറം നിലനിന്നിരുന്ന കുറച്ച് ആചാരങ്ങൾ കൂടിയാണ്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ആ ആചാരങ്ങളുടെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എച്ചിലും ഉച്ഛിഷ്ടവും രണ്ടും രണ്ടാണ്. അത് എച്ചിലാണ് നിങ്ങൾ ഭക്ഷിക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ടും, ഞാൻ പറഞ്ഞല്ലോ, കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഒരു കാരണവശാലും എന്തൊക്കെ സംഭവിച്ചാലും എണീറ്റ് പോകരുത്. ഇനി അഥവാ എണീറ്റ് പോകേണ്ടി വന്നാൽ പിന്നീട് അത് കഴിക്കരുത്. അത്രയേ ഉള്ളൂ. അങ്ങനെ കഴിച്ചാൽ ഞാൻ പറയാം, രോഗങ്ങൾ, ദുരിതങ്ങൾ, ജീവിതത്തിൽ ഒരു കാരണവശാലും പ്രോസ്പെരിറ്റി ഉണ്ടാവത്തില്ല. അത്തരത്തിലുള്ള ഒരു മനുഷ്യന് ഒരു ഭിക്ഷാന്തികയുടെ അവസ്ഥ തന്നെ ആയിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ കഴിക്കാനിരിക്കാവൂ എന്നുള്ളതും കൂടെ അവിടെ പറയപ്പെടുന്നുണ്ട്. സ്വസ്ഥമായിട്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ, ഇരിക്കാനെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇത് ചെയ്യാൻ പാടില്ലാത്തത് ഭാര്യമാരാണ്.
അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കുക. ഇന്ന് പറഞ്ഞ വിഷയം തന്നെ എച്ചിലും ഉച്ഛിഷ്ടവും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലതും നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.